ആ കുക്കുമോനെ നീ എവിടെയാ? വീട്ടിൽ. എപ്പോ ഇറങ്ങും നിങ്ങൾ? ഓക്കെ, ഇറങ്ങി 5 മിനിറ്റ് കൂടുമ്പോൾ എനിക്ക് വീഡിയോ കോൾ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തോണം, മനസ്സിലായല്ലോ? ഞാൻ കുറച്ച് ഫ്രീഡം കൂടുതൽ തരുന്ന വെച്ചിട്ട് നീ അത് മിസ്യൂസ് ചെയ്യാൻ നിൽക്കരുത്. അവിടെ കല്യാണ പരിപാടി എപ്പോഴാ? എപ്പോ തിരിച്ചെത്തും? 3 മണിക്കാം. അതിന് മാത്രം സമയം അവിടെ എന്താ പരിപാടി? ഒന്നും പറയണ്ട, 1 മണിയാകുമ്പോ ഞാൻ ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ നിൽക്കും. ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്യും, നീ ഇങ്ങ് പോരും എന്റെ കൂടെ, മനസ്സിലായല്ലോ? എന്റെ ഫ്രണ്ട്സ് കുമാരൻ ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്. രമേശ് കൂടെ ഉണ്ടെന്നോണ്ട് മാത്രമാണ് ഇത്തവണ നിന്നെ പരിപാടിക്കാൻ വിട്ടത്. ഞാനൊരു ടോക്സിക് ഗേൾ ഫ്രണ്ട് ആകുന്നു നീ പറഞ്ഞു നടക്കണ്ടെന്ന് വിചാരിച്ചില്ല. പിന്നെ ആ റിയ അമലും ഒക്കെ വരുന്നത് നിന്റെ അടുത്ത് കൊഞ്ചു കൊടയാനുള്ളത് നിനക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണം. നീ തന്നെ സൂക്ഷിക്കേണ്ട സമയം. എപ്പോഴും എനിക്കിങ്ങനെ നിന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നീ ഏത് ഡ്രസ് ഇട്ടാ പോകുന്നത്? ബ്ലൂ ഷർട്ടോ മറ്റേ ചെക്കുള്ളത്, അതൊരു ഭയങ്കര ടൈറ്റ് അല്ലേ? എനിക്ക് പിടിച്ച ഡ്രസ്സൊക്കെ ഇട്ടുപോകണം, ഏതോളെ കാണിക്കും. മര്യാദയ്ക്ക് പ്രസ് ചെയ്തിട്ട് പോകണം, മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങി തന്ന മറ്റേ കറുപ്പില് പുള്ളിയുള്ള ഷർട്ടുണ്ടല്ലോ, അതിട്ട് പോയാൽ അതിൽ നിന്നെ പോലെ 2 കയറാൻ പറ്റും. എനിക്ക് എന്താ പ്രശ്നം? നിന്നെ നീ തന്നെ സൂക്ഷിച്ചോണം. അത് ഈ കോലം വിട്ട് പരിപാടിക്ക് വന്നായിരുന്നു, പണി കൊണം കാണും. മര്യാദയ്ക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തു. പിന്നെ പാൻറ് ആണോ മുണ്ടാണോ? നീ അടിയിൽ പാൻറ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ മുണ്ടെടുത്താണ്. ഒന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, ചൂടെടുക്കും പോലെ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അങ്ങനെ കേൾക്കാൻ പറ്റുമെങ്കിൽ നീ പോയാൽ മതി, ഇല്ല നീ പോകണ്ട. വിളിച്ചാ ഫോൺ എടുത്തോണം, മനസ്സിലായാലോ? എന്ന് വിളിച്ചിട്ട് കിട്ടിയെങ്കിൽ ഞാൻ രാകേഷിനെ രാഹുലിനൊക്കെ വിളിക്കും. പരിപാടിക്ക് പോയിട്ട് തട്ടാനും മുട്ടാനും ഒക്കെ പല പെമ്പിള്ളാരും വരും. അതിന്റെ ഇടയിൽ പോയി നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും ഉണ്ടല്ലോ, കുക്കുമാരെ നീ വിവരം അറിയിരുന്നിട്ട് 3 മാസം വെള്ളടിച്ച് ഓടിക്കണേ. മര്യാദക്ക് അടങ്ങി ഒതുക്കി കഴിഞ്ഞോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. എടാ ആമ്പിള്ളേരെ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം, കുറച്ച് നെകളിപ്പഴം കുറയ്ക്കുന്നുണ്ട്. രാജേഷിന് അനിയത്തി വരുന്നതായിരുന്നു എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് അത് എന്നോട് പറയാതെ തന്നെ വേണ്ട, നീ അവളോളെ വണ്ടി പോകണ്ട. നിനക്ക് ഞാൻ വരാം ഞാൻ നിന്നെ പരിപാടിക്ക് ഡ്രോപ്പ് ചെയ്യാം. അത് ഞാൻ വന്നാലേ? ഓഹോ, അപ്പൊ നിനക്ക് എന്നെ ഒഴിവാക്കിയിട്ട് അവരുടെ കൂടെ പോവാം. ഒന്നും പറയണ്ട, ഞാൻ വരും, ഞാൻ നിന്നെ പരിപാടിക്ക് ഡ്രോപ്പ് ചെയ്യും. ഞാൻ കഴിയും വരെ പുറത്ത് വെയിറ്റിംഗ് ഉണ്ടോ? കഴിഞ്ഞ 1 മണിയാകുമ്പോൾ കൃത്യം എന്റെ കൂടെ വണ്ടി കയറി നീ തിരിച്ചു പോകണം. ഞാൻ അതിന് നിന്നെ പാർക്കി കൊണ്ടാവും. ഐസ്ക്രീം വെച്ച് ഞാൻ കൊണ്ടുവന്നില്ലേ? പോരെ നിനക്ക്? ഞാൻ കൂടെ നിനക്ക് എന്താ കഴിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, നിനക്ക് 5 മിനിറ്റ് പോരാൻ കൂടെ. അവൻ്റെ അഴിഞ്ഞോട്ടെ ഞാൻ നിർത്തി കൊടുത്തു നോക്കും.